പലർക്കും പിറന്നാളാശംസകൾ നേരാറുണ്ട്. പക്ഷേ ആ ആശംസകൾ ഏറ്റവും സാർത്ഥകമാകുന്നത് ഇന്നാണെന്ന് എൻ്റെ മനസ്സ് പറയും. ഭാരതം കണ്ട ഏറ്റവും കർമ്മനിരതനായ വ്യക്തി ഇന്ന് 95 വയസ്സ് പൂർത്തിയാകുകയാണ്. ഇന്ത്യൻ പൊതുഗതാഗത സംവിധാനത്തിന് ആധുനിക മുഖം നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ ഏലാട്ടുവളപ്പിൽ ശ്രീധരൻ എന്ന വ്യക്തിയാണ് ഡൽഹി മെട്രോ സംവിധാനത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈദഗ്ധ്യം ആദ്യമായി വെളിപ്പെട്ടത് 1964 തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലം ചുഴലിക്കാറ്റിൽ തകർന്നപ്പോഴാണ്. ഈ പാലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി 6 മാസത്തെ ഒരു പദ്ധതി റെയിൽവേ തയ്യാറാക്കി. ഇതിനുവേണ്ടി ഈ ശ്രീധരനെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം കാലാവധി 3 മാസമായി കുറയ്ക്കുകയും വെറും 46 ദിവസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തു. യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഈ നേട്ടത്തിനുള്ള അംഗീകാരമായി ഇന്ത്യൻ റെയിൽവേ മന്ത്രി പ്രത്യേകം പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. പിന്നീട് പല അവസരങ്ങളിൽ തൻ്റേതായ ശ്രദ്ധേയമായ സംഭാവനകൾ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനേയും രാഷ്ട്രീയ കണ്ണടയിൽ കൂടി മാത്രം കാണാൻ ശീലിച്ച മലയാളിയുടെ സ്ഥിരം ശൈലിക്ക് അദ്ദേഹവും വിധേയനാകേണ്ടി വന്നു എന്നതും ഒരു ചരിത്ര സത്യം. എന്നും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതി മാത്രം പ്രവർത്തിച്ച വ്യക്തി അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ രാഷ്ട്രീയ കക്ഷിയിലൂടെ കഴിയുമെന്ന് വിചാരിച്ച എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തിന്മേൽ കറുത്ത പാടായി അവശേഷിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശക്തി എന്തെന്ന് ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കി കൊടുത്ത TN ശേഷൻ്റെ സതീർത്ഥ്യനായ ഡോക്ടർ E ശ്രീധരനും കടന്നുവന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും വഴിമാറുന്നു. ഇനിയും അദ്ദേഹത്തിന് മുന്നിൽ തെളിയാൻ പോകുന്നത് ആത്മീയതയുടെ പാളങ്ങളിലേക്ക് നയിക്കുന്ന പച്ച വെളിച്ചമാണ്. രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആരുടെയും വാതിൽക്കൽ മുട്ടിവിളിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന കൃത്യനിഷ്ഠയുടെ 95 വർഷങ്ങളുടെ അവകാശിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.